അത് അച്ഛനോട് അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് കണ്ട ബ്രദേഴ്സ് എന്നൊരു സിനിമയാണ് ഭയങ്കരമായിട്ട് എപ്പോഴും ആൾക്കാരെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഒരുപാട് സിനിമകൾ, കമ്പോളം, പല സിനിമകളും. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഈ ജനറേഷൻ ഗ്യാപ്പ് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യും, ഒരുപാട് ആൾക്കാരോട് സംസാരിക്കും, ഒരുപാട് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യും. പിന്നെ നമ്മൾ ഈ ലോകം കണ്ടു തന്നെ ഇരിക്കുകയാണ്. നമ്മളൊരു ജനറേഷൻ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നില്ല. അപ്പൊ ഇത് കണ്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കി പുതിയ ജനറേഷനാണ്, പഴയ ജനറേഷനാണെങ്കിലും ഏത് ജനറേഷനാണെങ്കിലും എനിക്ക് തോന്നുന്നത് മനുഷ്യന്റെ സൈക്കോളജി എന്ന് പറയുന്നത് അവൻ എപ്പോഴും അവന്റെ മനസ്സിൽ സെന്റിമെന്റ്സും സ്നേഹവും വാത്സല്യവും വെറുപ്പും വിദ്വേഷവും ഒരുപാട് അസൂയയും എല്ലാ നല്ല ഗുണങ്ങളും മോശങ്ങളും ഉണ്ടാവും. അത് ഏത് തലമുറയിലും അതുണ്ടാവും. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു 10, 200, 300 വർഷം കഴിയുമ്പോൾ റോബോട്ടായിരിക്കും, വിതൗട്ട് എനി ഫീലിങ്സ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ജനറേഷൻ ഗ്യാപ്പ്. എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. ഒന്നാമത് ഈ പിന്നെ ടീനും ഒക്കെ ആണെങ്കിലും അതുപോലെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പല ഡയറക്ടേഴ്സും തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും മലയാളത്തിലും ഒക്കെ നമ്മുടെ സിനിമ കണ്ട് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും, ഒരു റെസ്പെക്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് വലിയൊരു ഭാഗ്യമല്ലേ, അച്ഛൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുക, മകൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുക, ഇനിയും ജിനുവിൻ്റെ മകൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കട്ടെ. നമുക്ക് മനസ്സിൽ വരുന്നത് ഒരു ആക്ഷൻ ഫിഗറാണ്, ആക്ഷൻ നായകൻ എന്നുള്ള തന്നെയാണ്. അപ്പൊ ഇന്ന് മലയാള സിനിമയിൽ നടക്കുന്ന ഒരു ആക്ഷൻ പാറ്റേൺ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് മമ്മൂക്ക ചെയ്യുന്ന ഒരു പ്രത്യേക സ്വാഗ് കൊണ്ട് ചെയ്യുന്ന ഈ സിനിമയിൽ പ്രത്യേകിച്ച് കൈയ്യടി വീണ ഒരുപാട് രംഗങ്ങളുണ്ടല്ലോ. ചേട്ടന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു ആക്ഷൻ, മമ്മൂക്കന്റെ ഒരു ആക്ഷൻ നോക്കുമ്പോൾ? വളരെ നന്നായിട്ടുണ്ട്. കാരണം മമ്മൂക്കയുടെ ഒരു സ്റ്റൈലുണ്ട്. ആ ഒരു സ്റ്റൈലിൽ അത് ഓരോ ആർട്ടിസ്റ്റും അത് ചെയ്യുന്നതിന് ഒരു സ്റ്റൈലാണ്. ആ സ്റ്റൈൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് ആ ആർട്ടിസ്റ്റിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൈയ്യടി കിട്ടുന്നത്. മമ്മൂക്ക വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത സംഭവങ്ങളൊക്കെ. അതുപോലെ ഈ ഒരു ഇത്രയും നാള് കഴിഞ്ഞിട്ടും അത് കീപ്പപ്പ് ചെയ്യുന്ന ഒരു സംഭവം വളരെ അത്ഭുതാവകമാണ്. അതുപോലെ ഇപ്പൊ മലയാള സിനിമ നടക്കുന്ന ഒരു ആക്ഷൻ പാറ്റേൺസ് ഉണ്ടല്ലോ, ശരിക്കും അത്രയും വയലൻസ് വേണം, അല്ലെ ആ ആക്ഷൻ അത്രയും ഇന്റൻസിറ്റി വേണം എന്ന് കരുതുന്നു? ചേട്ടന് ഒരു ആക്ഷൻ ഹീറോ എന്ന ലെവലിൽ ചോദിക്കാം, അത്ര ഇന്റൻസിറ്റി അല്ലെ അത്ര പാറ്റേൺ വേണം എന്ന് കരുതുന്നുണ്ടോ? അതിപ്പം ഓരോ ഫിലിം മേക്കേഴ്സിന് അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പൊ അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവര് കൺസീവ് ചെയ്ത രീതിയിലായിരിക്കും അവർ ആ സിനിമ എടുക്കുന്നത്. ചില സിനിമ, 2 ടൈപ്പ് സിനിമകളുണ്ട്. ഒന്ന് പ്രൊഫഷണൽ സിനിമ എന്നുള്ളത്. അപ്പൊ എൻ്റെ ഐഡിയാസ് എൻ്റെ രീതിയിൽ ഞാൻ സിനിമ എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നു. ജനങ്ങൾ സ്വീകരിച്ചാൽ ഭാഗ്യം, സ്വീകരിച്ചില്ലെങ്കിൽ പോയി. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയാസ് എല്ലാം മാറ്റി വെച്ചിട്ട്, എൻ്റെ കോൺസെപ്റ്റ് എല്ലാം മാറ്റി വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുത്ത് പ്രസന്റ് ചെയ്യുന്നു. ഏറ്റവും സേഫ് അതാണ്, ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുക്കുന്നതാണ്. പിന്നെ ഈ വയലൻസിന്റെ കാര്യം പറയുന്നത്, നമുക്ക് ഒരു സിനിമ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ബോഡീസ് ഉണ്ട്. അതായത് സെൻസർ, അതുപോലെ സെൻസറിന് മുകളിൽ വേറെ ബോഡീസ് ഒക്കെ ഉണ്ട്. അവർക്ക് ഡെഫിനറ്റ്ലി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ജനങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്, ഈ സിനിമ ഞാൻ കാണണം അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ കാണിക്കണം എന്നുള്ളൊരു ചോയ്സ് ഉണ്ട്. അതും ഓരോ റേറ്റിംഗ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പലതും കണ്ടിരിക്കുന്ന ഞാൻ വളരെ റഫായിട്ടുള്ള ആക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് ഒരിടി കൊണ്ടിട്ട് ആൾക്കാർ പറന്നു പോയി, വേറൊരു ജീപ്പ് വീണ്, ജീപ്പ് മറിഞ്ഞ്, അങ്ങനെയൊക്കെയുള്ള കുറെ ഗിമിക്സുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ ഒത്തിരി വയർ ടെക്നിക്സ്, വയർ ചാടി പൊങ്ങി, അതായത് നമ്മുടെ എന്താ പറയുന്നത്, ഗ്രാവിറ്റേഷണൽ പുള്ളിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു തരം. എൻ്റെ സിനിമകൾ കണ്ടാൽ അറിയാം, ചന്ത കണ്ടൊക്കെ കഴിഞ്ഞാൽ ഒരിടി കൊണ്ട് അവർ പുറത്ത് അല്ലെങ്കിൽ ഇങ്ങോട്ട് വീഴത്തുള്ളൂ, പറന്നു പോകുന്നൊരു പരിപാടിയില്ല. അപ്പൊ അതെനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ചില സിനിമകൾക്ക് അത് ആവശ്യമാണ്. ഇപ്പൊ ഏലിയനെ വെച്ചൊരു സിനിമ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ സൂപ്പർ നാച്ചുറൽ പവർ ഒക്കെ ആണെങ്കിൽ ഓക്കെ.